കഥയാ? മീൻസ് ഞങ്ങളെ കഥ. ഡീ എഴുന്നേക്കടി, പോവാനായി. വരുന്നു ഒരു 5 മിനിറ്റ്. ഞാൻ കൃതി എന്ന കൃതി, നഴ്സിംഗ് 3rd ഇയർ ആണ്. ഓ അയ്യോ, സമയം 8:45. പിന്നാലെ വാ, അന്നേരം പറയാ. 55-ന് കേറിയില്ലെങ്കിൽ തള്ള കേറ്റൂല. മീനു വാ. ഇതാണ് മീനാക്ഷി എന്ന മീനു. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടതാ. ഇപ്പൊ നമ്മൾ കൊട്ടയാ. 2 എണ്ണം കൂടി വേണം. ഒന്ന് നാട്ടിൽ പോയേക്ക, ഒന്ന് ഇവിടെയോ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ഇതാണ് സമൃദ്ധിയുടെയും ശാന്തതയുടെയും കൂടാരമായ ഞങ്ങളുടെ കോളേജ്. അരെ വാ, വയലാർ എഴുതൊരു പോലെ. മതി വാ, ഓവറാക്കണ്ട, ക്ലാസ് പോവാ. അയ്യോ, എന്താണ്ട് മറന്നല്ല. എന്ത്? മുത്തപ്പ ആർഷി. അയ്യോ, അതിന്റെ കാര്യം. ആ ജന്തു മെസ്സാളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ബെസ്റ്റ്. ഡി എഴുന്നേറ്റ് പോടി, സമയായി. ഇതാണ് മത്തങ്ങ ഹർഷി. കാര്യം മുസ്ലിം ആണെങ്കിലും അതിന്റെ ഒരു ഗുണമില്ല. ഫസ്റ്റ് പീരീഡ് എന്താ? എഡ്യൂക്കേഷൻ. ഓ ഡാർക്ക്. ഈ ഒരു എഡ്യൂക്കേഷനും കൊണ്ട് 3ാമത്തെ വർഷം മൂഞ്ചി പോയിരിക്കുക. ഗുഡ് മോർണിംഗ് മാം. നീ അല്ലേടി പറഞ്ഞ എഡ്യൂക്കേഷൻ ആണെന്ന്? ഇത് കമ്മ്യൂണിറ്റി ആണല്ലോ. ഓ, ടൈം ടേബിൾ നോക്കിയാ കൊച്ചു ബാബ പഠിക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു സൺഡേ? ആകപ്പാടെ ഒരു സൺഡേയും അതൊരു ശനിയാഴ്ച വരെ ക്ലാസ്സും വെച്ച് സൺഡേ എങ്ങനെയുണ്ട് ചോദിക്കുന്ന മിസ്സിന്റെ മനസ്സ് കണ്ടില്ലാന്ന് നടിക്കുന്നില്ല ഞാൻ. ശരിയാ. അല്ല, ഒരുത്തി നാട്ടിലാന്നോട്ട് പോയതല്ലേ? ഇന്ന് വരുന്നല്ലേ പറഞ്ഞേ? വന്നിട്ടില്ലേ? ആർക്കറിയാ. ഈ ഞാനും അവളും ഒരുമിച്ച് ലീവ് വാങ്ങിക്കാൻ പോയതാ. എന്റെ തറവാട്ടിലെ തെയ്യത്തിന് ഞാൻ ലീവ് വയ്ക്കാൻ പോയപ്പോ ആ താടക എന്താ പറഞ്ഞെന്നറിയോ? ഓൾക്ക് എക്സാമിനെ കുറിച്ച് ഒരു ചിന്തയില്ല. എപ്പോ നോക്കിയാലും LKG UKG പിള്ളേർ വീട്ടിൽ പോണം ലീവ് ഒന്നുമില്ല. പോയട്ടെ. അങ്ങനെ നിർത്തി പ്രഭാഷണം കേൾക്കെ ഒരു കിളി വെച്ച. മിസ്സേ. എന്താ മാം? ലീവ് ലെറ്റർ എന്താ? ഇതുപോലെ തെയ്യാണോ? നോ മാം, അതിനകത്ത് ഞാൻ പോവോ? ഇതെന്റെ സ്വന്തം ചേട്ടന്റെ കല്യാണമാണ്. നിനക്ക് ഇതിന് വഴിയടി ചേട്ടൻ? മിണ്ടാതിരിയടി. മാം, ആ കല്യാണത്തിന് ഞാൻ പോയില്ലെങ്കിൽ എന്റെ നാത്തൂന് ആര് കാല് കഴുകി കൊടുക്കും? അതും കാല് കഴുകേണ്ടത് കിണ്ടിയിലെ വെള്ളത്തിനെ കൊണ്ടാ. ആര് കഴുകും മിസ്സേ? മിസ് പറ. കൂൾ, ഞാൻ നോക്കട്ടെ. കൃതിക, നിനക്ക് എന്തായാലും ലീവില്ല, നീ പോയിക്കോ. അങ്ങനെ ഇല്ലാത്ത കല്യാണത്തിന് കിണ്ടിയിൽ കാല് കഴുകാൻ പോയവളാ. നാട്ടിലെ തെയ്യം കൂടി തെണ്ടി കറങ്ങി നടക്കുക. ഇങ്ങോട്ട് വരട്ടെ. സോ പ്ലാനിംഗ് കമ്മീഷൻ ഈസ് മിസ്സേ. എല്ലാ FFലും പോലെ ഈ നായികക്ക് ആ നായകന കണ്ണെടുത്താ കണ്ടൂടാ. അതിന്റെ കാരണം ഈ വെട്ടിയിട്ട വാഴത്തണ്ട. ഫ്ലാഷ് ബാക്ക്. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. ആ മാവിന്റെ കൊമ്പത്ത് കേറിട്ട് ട്രൂത്ത് എന്നാ അൾട്ടിമേറ്റ് ഡാറ്റ അല്ലേ വൈഫൈ പാസ്വേഡ്? ഡെയർ. ഏതൊക്കെ ഒന്ന് ഉറപ്പിക്കേ. ഡെയർ. ദേ ആ ചേട്ടനെ പോയി തല്ലി. തല്ലാനോ? പ്രപ്പോസൊക്കെ ആണെങ്കിൽ നോക്കായിരുന്നു. അയ്യ, ആവശ്യമില്ല, പോയി തല്ലടി. അത് വേണോ? ഡയർ. മുത്തപ്പ. എക്സ്ക്യൂസ് മീ. എന്താ? അതുണ്ടല്ലോ, ദേ ഒരു കൊതുക് തല്ലി. കുറച്ച് സ്ട്രോങ് അല്ലേ? വല്ലാണ്ട്. ദിസ് ഈസ് കാർത്തി. ക്ലാസ്സിൽ ക്രഷാണ് ചെക്കൻ. ആ ചിരിയും കൊണ്ട് വന്നാലുണ്ടല്ലോ. വീണു. വീഴല്ലേ, ഇവിടെ കമോൺ. ഇല്ല, ഒരു കൊതുകിനെ തല്ലിയതാ. ചേട്ടനെ ഞാൻ തല്ലിയിട്ടേ ഇല്ല. ചേട്ടനല്ല, ന്യൂ സ്റ്റുഡന്റാ. ഓ, നൈസ് ടു മീറ്റ് യു. ദേ ഇപ്പൊ നിന്റെ കവിളില് കൊതുക്. കൈക്ക് നല്ല തഴമ്പുണ്ട്.
പൊന്ന പൊട്ടി ഉറച്ചി തരാട്ടാ, നിനക്കും തരാടാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. അങ്ങനെ ഫസ്റ്റ് ഇയറിൽ തുടങ്ങിയ ഇവരെ അടിപിടുത്തം വളർന്ന് വലുതായി തേർഡ് ഇയർ വരെ ഇനി അങ്ങോട്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃമി അവ വിളിക്കുന്നതാണ്, അതവർക്ക് ഇഷ്ടമല്ല എന്നാൽ നമുക്ക് ഇപ്പൊ പറയാം. കൃമിയുടെയും അവൾ വിളിക്കുന്ന പാച്ചയുടെയും യുദ്ധം ഇനിയും കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. മതി മതി, ഇനി പ്രസന്റിലോട്ട് വാ. ആ അപ്പൊ ക്ലാസ്സിലെ വാനരപ്പടകളൊക്കെ കണ്ടല്ലോ, ഇതാണ് ടീം നല്ലവനായ ഉണ്ണികൾ. ലിസമ്മോ, എന്താ അടുത്ത പീരീഡ്? കമ്മ്യൂണിറ്റി. ഈ താടക തന്നെയാ? നോ. ഇന്റർവെല്ലും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ അക്ഷമമായി നോക്കിയിരിക്കുന്ന ആരെ അറിയോ? ആ കാലൊച്ച കേട്ടോ? ആ കാൽപാദങ്ങൾ കേട്ടോ? വേറെ ആരുമല്ല, നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് കൂടാതെ ഫുൾ ഡിപ്പാർട്ട്മെന്റ് കണ്ണെടുക്കാതെ നോക്കുന്ന എല്ലാവരുടെയും അൾട്ടിമേറ്റ് ക്രഷായ അദ്വിക് വാസ്തവ് എന്ന ഞങ്ങളെ സ്വന്തം ആദി സാറ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സിറ്റ്. എന്തിന് നിങ്ങൾ ഇവിടെ വന്ന് എന്റെ ഫാൻസ് ഗേൾസിന്റെ എണ്ണം കുറക്കാനാ? കളഞ്ഞില്ലേ? ശരിയാ, ഞങ്ങളെ കാർത്തിനെയും കുറ്റം പറയാൻ പറ്റില്ല. നഴ്സിംഗ് ഗ്രാജുവേഷനും കഴിഞ്ഞ് ഇന്റർവ്യൂവും പാസ്സായി അസിസ്റ്റന്റ് ലെക്ചറായിട്ട് സ്വന്തം കോളേജിൽ തന്നെ കയറി ഈ മഹാനെ എന്റെ കാർത്തി എന്ത് പറയണം പറ. അതെ, ഞങ്ങൾ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഇവിടുത്തെ സീനിയർ ആയിരുന്നു. അന്നേരവും പുള്ളി പെണ്ണുങ്ങളുടെ അൾട്ടിമേറ്റ് ക്രഷ്, ഇപ്പോഴും അൾട്ടിമേറ്റ് ക്രഷ്. എന്താ കഥ? ദേ, ഇവിടെ ഇരുന്ന് പുളകം കൊള്ളുന്ന വവ്വാലിനെ കണ്ടോ? ദാ ആ നിൽക്കുന്ന അൾട്ടിമേറ്റ് ക്രഷിനെ അൾട്ടിമേറ്റ് ഫാനാ ഇവള്. ഫസ്റ്റ് ഇയർ വന്നത് തൊട്ട് എൻ്റെ കുട്ടി ഇപ്പൊ വരെ ആദി സാറിനെ അല്ലാതെ വേറെ ആരെയും നോക്കിയിട്ടില്ല. ഇഷ്ക്. എല്ലാ സാറായിട്ട് ഒരാൾ കൂടി ഉണ്ട്. ഏതുവാട്ടെ, വഴിയെ പരിചയപ്പെടാം. സോ ഗൈസ്, ഇതാണ് അവർ കോളേജ്. ഇപ്പൊ ഇവിടെ പ്രണയവും പഞ്ചാരടിയൊന്നും ഇല്ല. ചിലപ്പോ ആയിക്കോളണമെന്നൊന്നുമില്ല. മതി മതി, ഞങ്ങളിപ്പം അതൊന്നുമല്ല ഞങ്ങളെ കഥ. ഞങ്ങളിപ്പോ തേർഡ് ഇയർ നഴ്സിംഗ് ആണ്. അതിനെന്താ പ്രത്യേകത അറിയോ? വി ഹാവ് കമ്മ്യൂണിറ്റി ആൻഡ് സൈക്കാട്രി പോസ്റ്റിംഗ്. യാ, അതിലുണ്ടാവുന്ന സംഭവ വികാസങ്ങൾ അറിയാൻ നിങ്ങൾ ഉണ്ടാവില്ലേ? അപ്പൊ പോയാലോ? അങ്ങനെ സൂര്യൻ മാനത്ത് ഉദിച്ചു നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ മന്ദം മന്ദം കോളേജിലേക്ക്. അല്ല, ഇതാരി കൃമിയാ? കൃമിയുടെ മാറ്റോളാണ് തവളെ. ഓടി പോടാ. ആദ്യട്ടെ അവന്റെ ഒരു ജാട. സോ എന്റെ മക്കൾക്ക് ഡ്യൂട്ടിക്ക് പോണ്ടേ? വേണമെന്നൊന്നും ഇല്ല. അറിയാലോ, ഈ സെമ്മില് സൈക്കാട്രിയും കമ്മ്യൂണിറ്റിയും ആണ്. പുല്ല്. സോ ഫസ്റ്റ് കമ്മ്യൂണിറ്റി ആയിരിക്കും, ലാസ്റ്റ് സൈക്കാട്രിയും. കുഴപ്പമില്ല, ഞാനാണ് നിങ്ങളുടെ കൂടെ വരുന്നത്. വേണ്ട, തേഞ്ഞ് മുത്തപ്പ എന്നൊന്നും വിചാരിക്കണ്ട. ഐ ഹാവ് വർക്ക്. കമ്മ്യൂണിറ്റി ആദ്യത്തിനും MSന് എതുവാണ്. സോ 2 പേരും ഉണ്ടാവും. നല്ലതാ. ഇൻസ്ട്രക്ഷനൊക്കെ സാറ് പറയും. താങ്ക് യു. സോ റെഡി അല്ലേ സൈക്കാട്രിക്കും കമ്മ്യൂണിറ്റിക്കും പോവാൻ? വലിയൊരിതില്ല. ദാ ഒന്ന് തെരിഞ്ഞേ. നല്ല വെയിലാണ്. എല്ലെണ്ണം കോടയെടുത്തിട്ട് വരണം. രാവിലെ 9 o'clock കോളേജിലെത്തണം. ബസ് കറക്റ്റ് എടുക്കും. ഉച്ച 12:30 വരെയാണ് സമയം. ഭാഗ്യം, അത് കഴിഞ്ഞ് ഉറങ്ങാലോ. ഉച്ചയ്ക്ക് ശേഷം വരണ്ട എന്ന് ആരും വിചാരിക്കണ്ട. ഇവിടെ കോളേജിൽ 4 മണി വരെ ക്ലാസ് ഉണ്ട്. എല്ലാ ദിവസവും എവിടെയാണോ പോയത് അതിന്റെ റിപ്പോർട്ട് എനിക്ക് റഫ് ബുക്ക് എഴുതി തരണം. ഡ്യൂട്ടി ഉള്ള ആദ്യത്തെ 3 ദിവസം സർവേ ആണ്. ചുരുക്കി പറഞ്ഞ വീട് ഫുൾ തെണ്ടൽ. ഓക്കെ? യെസ് സാർ. പിന്നെ പോകുന്നത് റൂറൽ ഏരിയ ആണ്. ആയതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പട്ടികളുണ്ട്. അയ്യോ, ഇനി അതിന്റെ സൂചി അടിക്കേണ്ടി വരുമോ?
നമുക്ക് പട്ടിയില്ലാത്ത ഗ്രാമത്തിൽ പോയാലോ? ആവശ്യമില്ല. അവിടെ 300 വീടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണം. കയറിയ വീട് പിന്നെ കയറാൻ പാടില്ല. 300 വീടാ? 50 കയറുമ്പോഴത്തേക്കും കാറ്റ് തീരുമല്ലോ. അപ്പം നാളെ മുതൽ തുടങ്ങാൻ പോവാണ്. ബി റെഡി. ഓക്കെ? അടുത്ത പീരീഡ് ആരാ? ഏത് സാർ? ഓക്കെ, ബൈ. സി യു നെക്സ്റ്റ് ക്ലാസ്. അല്ല സാർ, ഈ അസൈൻമെന്റ് ആ, ഞാനത് മറന്നു. ഹൂസ് ക്ലാസ് റെപ്പ്? അയാളെ കൈമിൽ കൊടുത്തു വിട്. ഇന്ന മോനെ. ഞാനോ? ദാ അവളെ ഫസ്റ്റ്, ഞാൻ സെക്കൻഡാ. ഡീ കൊണ്ടുകൊടറി. ഇന്റെ വാ. ആ, അത് വരാം, നോ പ്രോബ്ലം. കാർത്തി, ഞാൻ പുറത്ത് നിക്കാം, നീ പോയി കൊടുത്തിട്ട് വാ. ആവശ്യമില്ല, പോയി കൊടുക്കടി. തേണ്ടി. സാർ, മേ ഐ കം ഇൻ? ആ, വാ. സാർ, അസൈൻമെന്റ് എല്ലാരും സബ്മിറ്റ് ചെയ്തോ? ഓക്കെ. മീനാക്ഷി, ആ നാളെ എല്ലാവരോടും ബോട്ടിൽ കൂടി എടുക്കാൻ പറയണം. ഞാൻ ആ കാര്യം മറന്നു. ആ മക്കൾസ്, ചേച്ചി വന്നു. ഓ, വന്നോ? പൊന്നുമോള് കിണ്ടിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാ? വെള്ളം കിണ്ടി? ആ ആ ആ ആ പിന്നെ കഴിഞ്ഞു. തേണ്ടി. എന്തിനാ പൊന്നെ എന്റെ മൂക്ക് ഞാനിതാ പൊരി അൽവയൊക്കെ കൊണ്ടുവന്നിട്ട്. വേർ ഈസ് മൈ മീനാച്ചി? ഇവിടെ ഉണ്ടേ, അപ്പുറത്തെ റൂം വരെ പോയതാ. ഓഹോ, അയ്യോ 8:30. പന്നികളെ എഴുന്നേക്ക്, സമയായി 8:30 കഴിഞ്ഞേ. ഉയ്യോ, കമ്മ്യൂണിറ്റി എഴുന്നേക്ക് പന്നി. കൊക്ക കൊക്ക, നിന്റെ അച്ഛൻ എഴുന്നേറ്റ് പൊടി. അയ്യോ, നിന്റെ യൂണിഫോം എവിടറി? അലക്കായിരുന്നോ? ആർക്കറിയാ, പോയി തപ്പട്ടെ. ശേ, ഇതേ സമയം അങ്ങ് ബോയ്സ് ഹോസ്റ്റല്. ഡാ എഴുന്നേക്കടാ. സമയം എത്രയായി? 8:40. അയ്യോ, കമ്മ്യൂണിറ്റി ആദ്യമായിട്ടും കൊല്ലു. ഡാ എഴുന്നേക്കടാ. എടാ, എന്റെ ജഡ്ഡി കണ്ടാ? നിന്റെ ജഡ്ഡി ഒരു പട്ടി എടുത്തോണ്ട് പോന്ന കണ്ടടാ. ഉള്ളതിട്ടിട്ട് വാ അളിയ, ഒരു ജഡ്ഡി അയക്കുമലുണ്ടാവും. ഓക്കെടാ. സോ ഡേ 1, നമ്മുടെ ആദ്യത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്. ഞങ്ങളെല്ലാവരും കറക്റ്റ് കോളേജിലെത്തി. ഓ, പറയാൻ വിട്ടുപോയി, ഒരു എൻട്രി മറന്നു. ദേ, ആദ്യേട്ടന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ കണ്ടോ? ഒറ്റ നോട്ടത്തിൽ മീനാ തോന്നെങ്കിലും അതിന്റെ സ്വന്തം ഏട്ടൻ, ഞങ്ങളെ പ്രിയപ്പെട്ട യദുവേട്ടൻ. കേരളത്തിലെ യദുവരക്കിന്റെ കാര്യത്തിൽ പറയാലോ, യദു കൃഷ്ണ. അങ്ങനെയാണ്. എല്ലാരും എത്തിയല്ലോ, വാ പോവാ. കാർത്തി, കൗണ്ട് ദി നമ്പർ. ഓ പുല്ല്. ആ, കേറ്. 1, 2, 3, 4, 5, 6. പോട പട്ടി. ഓ, രാവിലെ തന്നെ കിട്ടി. എല്ലാ ഇതാര് വാര്യമ്പള്ളി ജാനോ? പോട മാങ്ങത്തലയാ. ഓ, കാർത്തി, എല്ലാരും കേറിയോ? യെസ് സാർ. എന്നാ വണ്ടി പോട്ടെ. കണ്ടിട്ടൊരു ഗ്രാമപ്രദേശാണല്ലോ. അതല്ലേ പൊട്ട റൂറൽ ഏരിയ എന്ന് പറഞ്ഞേ? ശരിയാ. സ്റ്റുഡൻസ്, ഇവിടെ നിന്ന് തൊട്ട് സർവേ തുടങ്ങിക്കോ. ആരും ഒറ്റയ്ക്ക് പോവരുത്. 3 അതിൽ കൂടുതലോ പോയാൽ മതി. ഓക്കെ സാർ. പിന്നെ പല വീട്ടിലും പട്ടികളുണ്ട്. അതിന്റെ വായി ചെന്ന് കേറി കൊടുക്കരുത്, കേട്ടല്ലോ? ഓ, ഡാർക്ക്. യെസ് സാർ. പ്രത്യേകം ഒരാൾ സർവേ എടുത്ത വീട് മറ്റൊരാൾ എടുക്കരുത്. ഓക്കെ? ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ സാർ. പട്ടികളെ വാ, വീട് തപ്പ. ഹായ് ചാമ്പക്ക. നേരെ നോക്കി നടന്നോ, കണ്ണു കുത്തും ഞാൻ. നമുക്ക് ആദ്യ സാറിന്റെ കൂടെ പോവായിരുന്നു. ഇങ്ങോട്ട് വാടിക്കോഴി. സോ നമ്മൾ ഇവിടെ നിന്നാണ് അന്വേഷണം തുടങ്ങേണ്ടത് അല്ലേ? എന്ത് CBI? ഇവിടെ നിന്ന് നേരെ നടന്നാൽ കാട്. വല്ല കാട്ടിലും പോകാണ്ട് വല്ല വേറെ വഴിക്കും പോടാ. ഓക്കെ, അന്വേഷണം പുതിയ വഴിത്തെളിവിലേക്ക്. കം ഓൺ. ഹേ ബ്രോ. യെസ് ബ്രോ. ഹൗ ബ്രോ? ഡോണ്ട് നോ ബ്രോ. ഗ്രേറ്റ് ബ്രോ. താങ്ക് യു ബ്രോ. ഇതെന്താണ് എങ്ങോട്ട് തിരിഞ്ഞാൽ ഈ റോട്ടിലേക്കാണല്ലേ വരുന്നത്? ഇനി ഇതാണോ ഭൂമി ഉരുണ്ടതാ പറഞ്ഞേ? ദേ 4 വീടുണ്ട്, നമ്മ 4. പോയി പിടിച്ചോ. ഓക്കേ.
പോടി, ഞാൻ ആദ്യം വന്നേ. നീ പോടാ, ഇവിടെ ഞാനാ ഫസ്റ്റ് വന്നേ. നീ പോടി. എന്താ തവളെ, മര്യാദക്ക് മാറിക്കോ. പോടി കൃമി. എക്സ്ക്യൂസ് മീ, ഇത് ഞാൻ എടുത്തു, പൊക്കോ. ഹേ പട്ടി തേണ്ടി പോടാ. നാ, 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 നാ. ഞാൻ പിടിച്ചു. വേറെ വീട് തപ്പിക്കോ. പോ. കള്ളത്തണ്ടി, നീ പണ്ടിറങ്ങി പോവാടാ, അവിടെ ആളില്ലാണ്ടായി പോവാടാ. പോടി. ഓക്കെ, ബെല്ലടിക്കാം. ആദ്യം കഥക് തുറക്കുമ്പം ഹായ്. അത് വേണ്ട. ഹേ മാം. അതും വേണ്ട. മാമനാ. ആരെ മാമൻ? അങ്കിൾ, ആന്റി. വേണ്ട. പ്രായമില്ലാത്തവരാണെങ്കിലോ? നമസ്കാരം. ഓക്കെ, പറയാം. ചേച്ചേ മോനെ, അവിടെ ആരുമില്ല, അടുത്ത ആഴ്ച വാ. ശരിക്കും അവിടെ ആരും ഇല്ലായിരുന്നല്ലേ? ഓക്കെ. മൈ ടൈം. ഗോ കാർത്തി. അവിടെ ഒരു വീട് കാണുന്നുണ്ടല്ലോ. ഹലോ എന്താ? ചേട്ടാ, ഞാൻ 3rd ഇയർ നഴ്സിംഗ് സ്റ്റുഡന്റാ. ഇത് ഞാൻ സർവേ എടുക്കാൻ വന്നതാ. എടുത്തോ. കുടിച്ചിട്ടുണ്ടെന്നാ തോന്നണേ. പെട്ടെന്ന് എടുത്ത് പോവാം. ചേട്ടാ, ഇവിടെ എത്ര പേരുണ്ട്? ഇവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ മാത്രം. അല്ല. എന്താ, നീ വരുന്നോ? ഇല്ല, ഇപ്പൊ അവൾക്ക് വരാൻ നേരമില്ല. ഞാൻ വേണമെങ്കിൽ വരാ. ആദ്യേട്ടൻ. നീ ആർടാ? ആരും ആയിക്കോട്ടെ, അവൾക്ക് പകരം ഞാൻ വരാന്നേ. വാ. എന്താ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞേ? എന്ത്? ഒറ്റക്ക് പോവരുതെന്ന് പറഞ്ഞോ? പിന്നെന്താ? അവരുണ്ടായിരുന്നു. പെട്ടെന്ന് വീട് കിട്ടിയപ്പം പെണ്ണായി പോയി. എല്ലാം കൂടെ ഒന്ന് ഞാൻ തന്നേനെ. ഞാനിപ്പോ ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? അത് വേറെ സ്ഥലാണ്. ആരാ എന്താ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഒറ്റക്ക് പോവരുതെന്ന് പറയണേ. സോറി സാർ. സോറി, നടക്കങ്ങട്ട്. ഓ, ഈ വീട്ടിൽ പട്ടി ഉണ്ടാവോ? കേറണം. വേണ്ട, കാട്ടി കിട്ടാൻ വയ്യ. ഇനി ഉണ്ടെങ്കിലോ അതും ഇല്ലെങ്കിലോ? അയ്യോ, പട്ടീനെ കടിക്കല്ലേ. ഏത് പട്ടിയടി സംസാരിക്ക? ഓ, ഈ പട്ടിയായിരുന്നു. ചില പട്ടികൾ സംസാരിക്കാറുണ്ട്. ഒന്നുമില്ല സാർ. നിന്ന് തെണ്ടാതെ പോയി സർവേ ഇടടി. ഓ, നമ്മള് ജാനുവും സാറും പഠിക്കുന്ന കാലത്തേ ചേരില്ല. ഫസ്റ്റ് ഇയറിൽ ജാനുവിനെ റേഗ് ചെയ്യാൻ പോയ യദുവേട്ടനെ അസലായിട്ട് ജാനു അങ്ങോട്ട് റേഗ് ചെയ്തു. അതിനുശേഷം അവർ ആജന്മ ശത്രുക്കളാണ്. അയ്യോ, വെള്ളം. ഒരൊറ്റ അടിക്കണ്ടല്ല. എല്ലാം എടുത്തിട്ട് വരാൻ പറഞ്ഞല്ലടാ. എല്ലാരും എടുക്കുമ്പോ ഞാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ. അയ്യോ, എല്ലാ വീടും കഴിഞ്ഞില്ലേ? എവിടെന്ന്? ഫസ്റ്റ് നിങ്ങൾ കേറിയത് വെറും 105 വീടാ. ഇനിയുണ്ട് 195 വീട്. മുത്തപ്പ, 105 കേറുമ്പോഴത്തേക്കും മനുഷ്യന്റെ കായ്സ് പോയി സാറേ. കുറച്ച് നടന്ന് പടിയടി. ഇന്നിനിപ്പൊ 12:30 ബസ് കേറ്. 1-2 ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് നേരെ റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്നോളണം. 4 മണി വരെ അറ്റൻഡൻസ് ഉള്ളതാ. ആരും മുങ്ങാൻ നിൽക്കണ്ട. എന്ത് കമ്മ്യൂണിറ്റി പണ്ടാരോ. പിന്നൊരു കാര്യം, വീട്ടുകാർ എന്തെങ്കിലും തിന്നാൻ തന്നാ എല്ലാം വാങ്ങിച്ച് തിന്നരുത്. ലിമിറ്റ് ഉണ്ട്. ഇന്നൊരുത്തം വീട്ടിൽ പോയിട്ട് 4 ഇഡ്ഡലിയും ചമ്മന്തിയാ കുത്തിക്കയറ്റിയത്. ഞാനല്ല, കണ്ടപ്പോഴേ തോന്നി. പിന്നെ ആരും ഒറ്റക്ക് പോവണ്ട. ഇനി ആരെങ്കിലും ഒറ്റക്ക് പോകുന്ന ഞാൻ കണ്ട. ഒന്നും അറിയാത്ത പോലെ നിക്ക. ഇയാൾ ഇന്ന് കലിപ്പിലാണല്ലോ. അങ്ങനെ ജാനുവരി 1, 2, 3 എന്റെ പിള്ളേര് 300 വീടും കയറി സർവേ എടുത്തു. ഓക്കെ, സർവേ കഴിഞ്ഞ സ്ഥിതിക്ക് നാളെ മുതൽ PHC, അംഗൻവാടി, ഹോം വിസിറ്റ് പോകാൻ റെഡി അല്ലേ? പിന്നെ ആദ്യ സാറും ഗ്രൂപ്പായി തിരിച്ചപ്പോ ഫസ്റ്റ് PHC പോസ്റ്റിംഗ് പ്രൈമറി ഹെൽത്ത് സെന്റർ കേട്ടോ. PHC അത് കിട്ടിയത് ഒരു ടീമില് കൃതിയും ആരവുമായി. അംഗൻവാടി പോസ്റ്റിങ്ങിലാണെങ്കിലോ മീനും ജാനും ബാക്കി പിള്ളേരും. ഹോം വിസിറ്റില് നമ്മളെ കാർത്തിയും ആർഷിയും ബാക്കി പിള്ളേരും. 6 ദിവസം കഴിയുമ്പോൾ ഇത് മാറി മാറി വരും. സോ PHC എത്തി. PHC ടീംസ് ഇറങ്ങിക്കോ.
ഓ ഈ കാലമാറിന്റെ കൂടെ ഇനി ആയി പോവല്ലോ ഞാൻ. ശരി എന്നാ, ബൈ. സോ ഇതാണ് ഇവിടുത്തെ റൂറൽ PHC. ഓക്കെ, നോട്ട് ദി ലേഔട്ട്സ്, PHC മെഡിസിൻ, കോൾഡ് ചെയിൻ മാനേജ്മെന്റ്, ഓൾ ആർ നോട്ടീസ്ഡ്. ഓക്കെ ഓക്കെ സാർ. 12:30 ബസ് വരും, അന്നേരം മാത്രം ഇറങ്ങിയാൽ മതി. അങ്ങനെ നമ്മുടെ കുറച്ച് പിള്ളേരെ PHCയിൽ ഇറക്കി അവര് ബസ് യാത്രയായി. ആരാ? സിസ്റ്റർ, ഞങ്ങൾ 3rd ഇയർ നഴ്സിംഗ് സ്റ്റുഡൻറ്. ഓ പോസ്റ്റിംഗ്. ഓക്കെ വാ. ഓരോ സ്ഥലങ്ങളിൽ 2-2 പൊക്കോ. ഇതാ നിങ്ങൾ 2 ഈ ലാബ് പൊയ്ക്കോ. ഇവനോ? സോ നെക്സ്റ്റ് ടീം അംഗനവാടി ഇറങ്ങാനുണ്ട്. വാ വാ വാ. അംഗൻവാടീസ് വാ. ഹലോ, അംഗൻവാടി പിള്ളേരൊന്നുമല്ല. വി ഹാവ് പോസ്റ്റഡിങ് അംഗനവാടി. ഓ മതി, ഒന്ന് ഇറങ്ങുവോ? ഇറങ്ങുമല്ലേ? സോ ഇത്രയും പിള്ളേർ അംഗനവാടിയിലേക്ക് വിട്ടോ? കുറച്ച് അപ്പുറത്താ, ഞാൻ വരാം. ഇനി ഹോം വിസിറ്റിനുള്ള കുട്ടികൾ ആ ഏരിയയിലോട്ട് പൊക്കോ. സാറ് വരും കൂടെ. വീട്ടിൽ പോവുക, അവരെ ഹിസ്റ്ററി എടുക്കുക, ടെസ്റ്റിനുള്ള കാര്യം പറയാ, അവരെ പെർമിഷൻ എടുക്കുക. ഓക്കെ? യെസ് സാർ. അംഗൻവാടി വാ. സോ ഹോം വിസിറ്റ് ടീമും വാ. ഇനി അങ്ങോട്ട് നടക്കാം. അതെ, സാർ എൻ്റെ കൂടെ നടന്നാൽ മതി കേട്ടാ. എന്തിനി? സാർ എൻ്റെ ബാക്കിൽ നടക്കേണ്ടതല്ല, മുമ്പിൽ നടക്കേണ്ടതല്ല, എൻ്റെ ഒപ്പം. ഏതുവേട്ടാ? മറ്റേത് ഒപ്പം നടക്കാനാണ് ഇഷ്ടം. അതാ കവി ഉദ്ദേശിച്ചേ. ഓ നടക്കട ഇങ്ങോട്ട്. സോ അംഗനവാടി ഇതാ. ആരും പിള്ളേരെ മെക്കിട്ട് കയറരുത്. നോ സാർ. അവരെ മെഷർമെന്റ് എടുക്കുക, ഹൈറ്റ്, വെയിറ്റ്, ഹെഡ് സർക്കംഫറൻസ്, ചെസ്റ്റ് സർക്കംഫറൻസ്, അങ്ങനെ എല്ലാം എടുക്കുക, നോട്ട് ചെയ്യുക. യെസ് സാർ. ഗോ. അല്ല, നമ്മൾ ആദ്യം ഒരു PHC ടീമിനെ അവിടെ ഇറക്കിയിട്ടില്ലേ? എന്തായോ എന്തോ. ലേബാണെന്നും പറഞ്ഞ് ഈച്ച പോലും കേറുന്നില്ലല്ലോ കടാ. ആകെ ഉള്ളത് ഈ പാറ്റയും. എന്തെങ്കിലും പറഞ്ഞോ? മോളെ ഈ ഷുഗർ നോക്കാൻ. വാ അമ്മമ്മേ. ഇന്നാ കാർഡ്. എടാ പാറ്റേ, ഇത് എഴുത്. അമ്മമ്മക്ക് സൂചി പേടിയുണ്ടോ? ചെറുതായിട്ട്. ഒന്നുമില്ല, ഞാൻ ദേ ഈ വിരലിലൊന്ന് കുത്തും. അയ്യോ. കൂൾ. അമ്മമ്മയുടെ പേരെന്താ? സുന്ദരി. നല്ല പേരാണല്ലോ. പേര് പോലെ തന്നെ ഭയങ്കര സുന്ദരിയാപ്പാ. കഴിഞ്ഞു. കഴിഞ്ഞോ? കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ സൂചി കുത്തുന്നത് അറിയില്ലെന്ന്. ശരി മോളെ, ഞാൻ പോട്ടെ. കിറമിക്ക് അങ്ങനെ ഒരു മുഖം ഉണ്ടല്ലോ. പറഞ്ഞ ഞാൻ തന്നെ തിരിച്ചെടുത്തു. ചേച്ചി. എന്താടാ? ചേച്ചിന്റെ പേരെന്താ? മീനാക്ഷി. ഞാനൊരു കാര്യം പറയട്ടെ. എന്താടാ? ഇരിക്കുന്ന ഇവരെ കണ്ടോ? ഇവന് ചേച്ചിനെ ഇഷ്ടായി പോലു. ആണോടാ? എനിക്കിനെ ഇഷ്ടായോ? എന്താ പ്രപ്പോസല്? എനിക്കാണോ? താങ്ക് യു. ചേച്ചി. എന്താ മക്കളെ? ചേച്ചി എന്താ തിന്നാനുള്ളേ? മിണ്ടാതിരിക്കടാ. ചേച്ചി, ഞാൻ കമ്മ്യൂണിറ്റി വിസിറ്റിന് വന്നതാ. ഓ ആയിക്കോട്ടെ. എല്ലാവരും ഓരോ വീട്ടിലേക്ക് പൊയ്ക്കോ. അതിന് ടെസ്റ്റിനുള്ള നിർദ്ദേശം കൊടുക്കുക, അവരെ പെർമിഷൻ വാങ്ങിക്കുക. ഓക്കെ? യെസ് സാർ. അല്ല, ഞാനെന്താ ഇപ്പൊ ചെയ്യാ? തലയും കുത്തി തന്നോ? പൊടി. അച്ഛന്ന് വീട് തപ്പടാ. ഇതാർക്കാ? എനിക്ക്. പോടാ. എന്താടാ ഇത്? റിപ്പോർട്ട് സാർ. എടാ മോനെ കാർത്തി, ഞാൻ ഡെയിലി റിപ്പോർട്ടാന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഡെയിലി ഡയറി അല്ല. ഞാൻ പല്ല് തേച്ചു. ഇവനെയൊക്കെ പോടാ. ഓ അങ്ങനെയായിരുന്നോ? പോയി മാറ്റി എഴുതടാ. സാർ. കമ്മിങ്. സാർ റിപ്പോർട്ട്. ഗിവ് മീ. മുഖത്തിന്റെ ഗൗരവം ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടാ? മിണ്ടുന്നില്ലേ? മിണ്ടണ്ട. ഇതാ. മിസ്റ്റർ അത്വിക് വാസ്തവ് ദേവ്. ഡി. ഓ സാർ, ഇതാ റിപ്പോർട്ട്. അല്ല ആദ്യേട്ടാ, നിങ്ങൾ ഇവിടെ തന്നെ ആക്കിയാ? ഇവിടുന്ന് പോന്നില്ലേ?
അങ്ങനെയൊന്നുമില്ല, എക്സ്പീരിയൻസിന് കയറിയെന്നേ ഉള്ളൂ. 1 വർഷം ഉണ്ടാവുമായിരിക്കും. ഓഹോ, എന്താ സംസാരം? ബാക്കി എല്ലാരോടും അങ്ങേക്ക് ചിരിച്ച് കളിച്ച് വർത്താനം പറയാം. ഇന്നെ കാണുമ്പോ മാത്രം മസിൽ ഉരുട്ടിക്കേറ്റും പോണ്ടക്കാലം. എടി പെണ്ണുണ്ടാ? ഇല്ല. യക്ഷി പെണ്ണുണ്ടാ? യക്ഷി എന്റെ മറ്റവള് മാറട്ടെ അങ്ങോട്ട്. ഇതിനെന്താ ബാധ കേറിയേ? സോ എല്ലാവർക്കും ഡ്യൂട്ടി ഇട്ട സ്ഥലത്തേക്ക് പൊക്കോ. അപ്പൊ ഞങ്ങൾ അംഗനവാടിയാ, നിങ്ങൾ ഇന്ന് PHC അല്ലേ? ബൈ ബൈ. നിന്റെ കാലിന് എന്താണ് വല്ല ടയറും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ പായാൻ? ഞാൻ പായുന്നൊന്നുമില്ല, ഉറുമ്പിനെ മയില് നടക്കാണ്ട് അനങ്ങി നടക്ക്. ഐഷ്, എന്ത് ഭംഗിയല്ലേ? ഞാനാണോ? അങ്ങോട്ട് നോക്കടാ. ഈ ഒരു കാലഘട്ടത്തില് ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു അത്ഭുതം. അതെ തവളെ, ഒരു കണക്കിന് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് രസമുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ നീയും. തോഴി, നിനക്കായി പുനർജനിക്കാം. ഇപ്പൊ അംഗനവാടിയിലേക്ക് പോവാം. വാ, അവരൊക്കെ പോയി. ഏട്ടാ, ഈ മാവില് നിറച്ച് മാങ്ങയാണല്ലോ. വീട്ടുകാരെ കയ്യില് നല്ല വടിയും ഉണ്ടാവും. ഓ ഡാർക്ക്. ഇതെന്താടാ എത്താത്തെ? ഏത് കാട്ടുമുക്കിലാടാ നിന്റെ വീട്? എത്തി. ഇനി 2 വളവും കൂടിയേ ഉള്ളൂ. ഓന്റെ ഒരു വളവ്. വാ എല്ലാരും. ആ ടീം ഓം വിസിറ്റ് എന്ന് പറഞ്ഞ് എതു സാറിനെയും കൂട്ടി കാട്ടിലൂട്ട് നടക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് അവർ PHC ടീം. സാർ ഇന്ന് PHC അവധിയാ. ഓ, വേറെ വഴിയൊന്നുമില്ല. 12:30 വരെ സമയം പോയേ പറ്റൂ. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഈ ചുറ്റുവട്ടത്തൊന്ന് വെറുതെ നടന്നിട്ടൊക്കെ വാ, ബോറടി മാറട്ടെ. ഓക്കെ, സാറ് വരുന്നില്ലേ? ഞാൻ വരാം, നടക്ക്. നീനു വാ. എടി ഞാനും വാ ഇങ്ങോട്ട്. ഗൈസ്, അങ്ങോട്ട് നോക്ക്. മുത്തപ്പ. ജാനു വേണ്ടട്ടോ, കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. സത്യം, അലാക്കിന്റെ വീട്. ജാനു വേണ്ട. RC നല്ല ഹൊറർ വൈബ് ഉണ്ടടി, നമുക്ക് പോവാ. ഡെലീസേ, ഒരെണ്ണം തെരിഞ്ഞ് വേണ്ടാത്ത മോട്ടിവേഷൻ കൊടുക്കുന്ന നോക്ക്. മീനു വാടി, ഞങ്ങളില്ലേ? ഞാനില്ല എടി, പ്ലീസ്. അല്ല, ഇതുങ്ങൾ എവിടെ? മക്കളെ, ഞാനാടാ. പണ്ടാരക്കാല ഒരെണ്ണം തന്നാറുണ്ടല്ലോ. ഡി മാറടി. ഓ, ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ മുട്ടിയിട്ടല്ല, മീനോ വിചാരിച്ച. അയ്യോ, എന്റെ പെങ്ങളെ നീ ഇങ്ങനെ പിടിക്കല്ലേ, പിഴച്ചു പോവും അത്. പോടോ. അത് സോറി സാർ. എടാ തെണ്ടി. ഓ, ചിരിക്കുന്ന കണ്ടില്ലേ കാട്ടുമോക്കാൻ. സമയായി, എല്ലാരും വാ. അങ്ങനെ നമ്മളെ പിള്ളേരെ കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് തീർന്നു. തെണ്ടി നടന്നും അടികൂടിയും കമ്മ്യൂണിറ്റി വൈബാക്കി. എല്ലാവർക്കും പുതിയ അനുഭവം കൂടിയായപ്പം പിള്ളേര് മിസ് ചെയ്യാൻ തുടങ്ങി. നാളെ ഐശ്വര്യമായിട്ട് സൈക്കാട്രി പോസ്റ്റിങ്ങിന് പോവാണ്. എന്തായി നമുക്കൊന്ന് നോക്കിയാലോ? കമ്മ്യൂണിറ്റി ബസ്സിലായോണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷെ സൈക്കാട്രി അങ്ങനെയല്ല. കോളേജ് അത്യാവശ്യം നല്ല ദൂരമുള്ളതുകൊണ്ട് ബസ് കൊടുത്തില്ല. അതുകൊണ്ട് പാവങ്ങള് രാവിലെ ലൈൻ ബസ്സിന് ഓടണം. അങ്ങനെ രാവിലത്തെ ഓട്ടവും ചാട്ടവും കഴിഞ്ഞ പിള്ളേര് 2ാമത്തെ ലൊക്കേഷൻ മീൻസ് നമ്മുടെ സൈക്കാട്രി ഹോസ്പിറ്റലിലെത്തി. സോ ഹൗ വാസ് അവർ സൈക്കാട്രി പോസ്റ്റിംഗ് നോക്കിയാലോ? അടുത്ത 1 മന്തിന് ഇവിടെയാണല്ലേ. അതുങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഉപദ്രവിക്കോ? ഡാ, സാറ് വിളിക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാ. സോ മെന്റൽ ഹോസ്പിറ്റലാണ്. ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ
സാധാ മനുഷ്യന്മാരല്ല, ശ്രദ്ധിക്കണം. കൺഫേംഡ്. സോ വാർഡും ഡേ കെയറും അല്ല, ഡേ കെയർ കുട്ടികളതല്ലേ? നോ, ഇവിടെയും ഡേ കെയർ ഉണ്ട്. ഇവിടുത്തെ ഡേ കെയർ എന്ന് വെച്ചാൽ സിവിയറും അല്ല മോഡറേറ്റും അല്ല, മൈൽഡ് കേസ്, അതായത് ഔട്ട് പേഷ്യൻ്റ് ആയിരിക്കും. അവർക്കുള്ള എൻജോയ്മെന്റ് ആയിരിക്കും ഡേ കെയർ. ഓഹോ, അതും ഉണ്ടോ? വാ. സോ ഫസ്റ്റ് ഗ്രൂപ്പ് മെയിൽ വാർഡ്. ആരൊക്കെയാ ഫസ്റ്റ് ഗ്രൂപ്പ്? ഞാനും എന്റെ കാർത്തി ഇവിടെയാണ്, എനിക്കറിയാം. ബൈ ഗൈസ്. സോ മെയിൽ വാർഡാണ്. ഈ സെല്ല് എപ്പോഴും ക്ലോസ് ആയിരിക്കും. ബ്രേക്കിന് ഇറങ്ങുമ്പോൾ സെക്യൂരിറ്റിയെ വിളിക്കുക. ഓക്കെ? അയ്യോ, ഹാ, പേടിക്കാതാടാ. നിങ്ങൾ 7 പേരില്ലേ, പിന്നെ എപ്പോഴും പുറത്തിറങ്ങാൻ പറ്റില്ല. പൊക്കോ. പിന്നെ മെയിൽ വാർഡാണ്, സൂക്ഷിക്കുക. പല തരത്തിലുള്ള മനുഷ്യന്മാരാണ്, എല്ലാ ഗേൾസിനോടുമാണ്. ഓക്കെ? ഗ്രൂപ്പ് 2 ADS. എയ്ഡ്സോ? എയ്ഡ്സ് അല്ലടാ, ADS, ആൽക്കഹോൾ ഡീഅഡിക്ഷൻ സെന്റർ. കേറിക്കോ. ഇതെന്താ ഗുഹേന്റെ ഉള്ളു പോലെ? ഇത് തുറക്കൂലേ? ഇല്ല, പുറത്തിറങ്ങണമെങ്കിൽ അകത്തുനിന്ന് ഡോറ് മുട്ടിയാൽ മതി, സെക്യൂരിറ്റി വന്ന് തുറക്കും. ഹുയ്. എന്റെ അമ്മേ, അവര് മറ്റേ കുടിച്ചിട്ട് കൈവറക്കുന്ന കേസുകളല്ലേ? അതൊന്നുമില്ല. നിങ്ങൾ 10 പേരില്ലേ, കേറ്. മോളെ, ചേച്ചി പോട്ടെ ഉള്ളിലോട്ട്. ബായ്. പോട്ടടി ക്രിമി. ഓ, തവള ചെല്ല്. നിന്നെ ഞാൻ മിസ് ചെയ്യുന്നില്ലേ എന്നൊരു തോന്നൽ. തോന്നലല്ലേ? പൊക്കോ. ആൻഡ് ഗ്രൂപ്പ് 3 കാഷ്വാലിറ്റി. ഗ്രൂപ്പ് 5 ECT, ഈ ECT എന്താ? ഇലക്ട്രിക് ഷോക്ക് ട്രീറ്റ്മെന്റ്. എന്റെ അമ്മേ, സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാ? അത് കാണുമ്പോൾ മനസ്സിലാവും. മുത്തപ്പ. ആൻഡ് ഗ്രൂപ്പ് 6 ഫീമെയിൽ വാർഡ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിനെയും ഓരോ സ്ഥലത്തിട്ട് ലാസ്റ്റ് ഡേ കെയർ ടീം എത്തി. ആദി സാർ, നമ്മൾ ഇനി എവിടെ കയറുക? എവിടെ ഡേ കെയർ? ഡേ കെയർ ഹോസ്പിറ്റലല്ല, പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് മാറി ഒരു വീടാണ് ഡേ കെയർ. അതെന്താ? അവര് വീട്ടിൽ നിന്ന് വരുന്നവരല്ലേ, ഹോസ്പിറ്റലായിട്ട് നിൽക്കുന്ന ആവശ്യമില്ല. സോ അവിടെ എത്തിയാൽ മനസ്സിലാവും. ലാസ്റ്റ് ഗ്രൂപ്പ് വാ. ശരിയാ, ഹോസ്പിറ്റലിനോട് മാറി ഒരു വയൽ വരമ്പൊക്കെ മാറി ഒരു വലിയ വീട്ടിലാണ് ഡേ കെയർ. തുളസിത്തറ, ശരിക്കും നമ്മളൊരു വീട് തന്നെ. സോ ലാസ്റ്റ് ടീം, ദിസ് ഈസ് ഡേ കെയർ. സോ കമ്മ്യൂണിക്കേറ്റ് ദി ക്ലയൻസ്. ഓക്കെ? അവര് ഒരിക്കലും പേഷ്യൻ്റ് എന്ന് വിളിക്കാൻ പാടില്ല, അത് ശ്രദ്ധിക്കുക. അവർ നമ്മളെ ക്ലയൻസ് ആണ്. ഓക്കെ? അല്ലെങ്കിൽ അവരെ പേര് വിളിക്കുക. ഇറ്റ്സ് ഓക്കെ. ഓക്കെ സാർ. ദെൻ ഗോ ആൻഡ് എക്സ്പീരിയൻസ്. ഡോണ്ട് മിസ് ദി ചാൻസ്. ഓക്കെ? അതവിടെ ഇരിക്കട്ടെ. നമ്മൾ ഫസ്റ്റ് മെയിൽ വാർഡിലേക്ക് 2 എണ്ണത്തിന് ഇറക്കിയായിരുന്നു. അതുങ്ങൾ അവിടെ എന്താവോ ചെയ്യാ? നോക്കാലോ. വാ വാ വാ. യക്ഷി, നിനക്ക് പേടിയുണ്ടോ? ചെറിയൊരു ഭയർക്ക്. ബട്ട് വൈ? മക്കളെ, എന്താ എന്താ മാമ? ഞാനേ ഇവിടെ കൂട്ട് വന്നതാ. കൂട്ടത്തില് ബുദ്ധിയുള്ളതേ എനിക്ക് മാത്ര. ഹൗ ഭാഗ്യം. ശരിയാ മക്കളെ, ഇത് 500 രൂപയുണ്ട്. എന്തിന്? എനിക്ക് ഈ നോക്കിയ ഫോണിന് ഒരു സാംസങ് ചാർജർ വാങ്ങി തരുമോ? ഓ, വാങ്ങിത്തരാലോ. അല്ല മീനു, നോക്കിയൊക്കെ സാംസങ്ങോ? കിച്ചു, നോർമൽ അല്ലട്ടാ, വട്ടാ വട്ടാ. ഒത്തപ്പ. അതങ്കിളേ, ഞാൻ വാങ്ങിത്തരാം. ഫുഡ് കഴിക്കാൻ പോകുമ്പം ആ വഴിക്ക് വാങ്ങിത്തരാം. പൈസ ഒന്നും വേണ്ട. നീ വാങ്ങിയിട്ടല്ലേ വരൂ. അതിലൊരു കുത്തലില്ലേ? അയ്യോ, ഇന്ന് ഞായറാഴ്ചയല്ലേ, കട തുറന്നിട്ടില്ല. ഓ അതെയാ, ശരി ശരി. ഹാവൂ, ഇതിലേതാ ഇപ്പൊ പേഷ്യന്റ് കൂടെ ഉള്ളതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എല്ലാരും സാഹിത്യകാരനെ പോലും കഥാകൃത്തും മാതിരിയുണ്ട്. താടി മുടി നീട്ടി വളർത്തിയിട്ടുണ്ടല്ലോ. കണ്ടറിഞ്ഞൂടെ? കഞ്ചാവാ. അമ്മേ അമ്മേ, എന്താണോ? മനുഷ്യനെ കൊന്നിട്ടാണോ ചിരിക്കുക? ഏട്ടാ. ഏട്ടനാ? നിന്റെ മോന്റെ പ്രായമുള്ള കണക്ക്. കിളിയില്ലല്ലോ, അടങ്ങ്. ഓ, എന്നാലും ഏട്ടാ, ഒരു കെട്ട് വീട് തരുവോ? വീടിയാ നിന്റെ കയ്യിലില്ലപ്പാ. അതെന്താ ഇല്ലാത്തെ? നീ തരില്ല മാട്ടെ? അമ്മേ, എന്റെ കയ്യിലില്ല മാട്ടെ. ഓക്കെ, കൂൾ ബേബി. വാട്ടെ മനുഷ്യന്മാർ. സോ ഡേ കെയർ എന്ന് വെച്ചാ ഒരു LKG UKG വൈബാ. കുഞ്ഞു മക്കളാണ് വരുന്ന ഓരോരുത്തരും. നമ്മൾ അവരുടെ ടീച്ചറും. സോ എത്ര പ്രായമുള്ളവരാണെങ്കിലും അവർ നമ്മളെ കുട്ടികളും അവർക്ക് നമ്മളെ ടീച്ചറുമാണ്.
സോ ഡേ കെയർ നോക്കിയാലോ? ഹലോ, എൻ്റെ പേര് കൃതിക. നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെട്ടാലോ? നമുക്ക് ഗെയിം കളിച്ചാലോ? യെസ്, ബോൾ പാസിങ്ങും കൂടി ആയാലോ? സോ കളി എങ്ങനെയാ വെച്ചാ, മ്യൂസിക് സ്റ്റാർട്ട് ആകുമ്പോൾ ബോൾ പാസ് ചെയ്യാൻ തുടങ്ങും. മ്യൂസിക് സ്റ്റോപ്പ് ആകുമ്പോൾ ആരെ കയ്യിലാണോ ബോൾ ഉള്ളത് അവർക്ക് പണിഷ്മെന്റ് ഉണ്ടേ. ഓക്കേ. ദെൻ ബോൾ പാസ് ഇറ്റ്. ലക്ഷ്മി അമ്മയാണ്. അയ്യോ, ഒരു പാട്ട് പാടിക്കേ, കേക്കട്ടെ. പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴിതെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ. സോ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? ഈ ഹോസ്പിറ്റലിനെ കണ്ട നമ്മളെ സാധാ ഹോസ്പിറ്റലിനെ കാട്ടിയും ഒത്തിരി ഡിഫറൻസ് ഉണ്ടല്ലേ. ഇവിടെ മെഡിസിൻ അല്ല വർക്ക് ചെയ്യുക. അവരെത്ര ഹാപ്പിയാണോ അവർ അസുഖവും മാറി തുടങ്ങി എന്നാണ് കാര്യം. എന്റെ മോളെ, നല്ല വൈബ് ടീംസാ. അതെ അതെ. എന്താടാ പോയപ്പം തന്നെ ഒരു മാമൻ എന്നോട് ചോദിക്കുക, അതുണ്ടല്ലോ, നോക്കിയ ഫോണിന് സാംസങ്ങിന്റെ ചാർജർ തരുമെന്ന്. നല്ല രസാടാ, പാവങ്ങളാ. പിന്നെ ഭയങ്കരം. രശ്മി, ലാസ്റ്റ് ഡേ നിങ്ങൾ തന്നെ പറയൂ ഞാൻ ഈ സ്ഥലം മിസ് ചെയ്യുന്നു. തോന്നുന്നില്ല മിസ്റ്റർ? തോന്നും മിസ്റ്റർ, അന്നേരം നോക്കാം. അല്ല, ഡേ കെയർ ടീം എവിടെ? അവർ അവിടെ നിന്നാ ഫുഡ് കഴിക്കുക, ഇങ്ങോട്ട് വരില്ല, കുറച്ച് ദൂരം ഉണ്ടല്ലോ. കൃതി പറഞ്ഞു. അല്ല ലിസ, നിന്റെ ECT അല്ലേ, അവിടെ ഷോക്കൊക്കെ കണ്ടോ? എവിടെന്ന് ഫുൾ ഷോക്കായിരിക്കും വിചാരിച്ചപ്പോ ഒരു ഷോക്ക് പോലും ഇല്ല. അവിടെ ഈച്ച പോലും കയറാതെ കടക്കുണ്ട്. സിനിമ പോലെയല്ല, എപ്പോഴെപ്പോഴും ഷോക്ക് കൊടുക്കത്തൊന്നുമില്ല. സീരിയസ് കണ്ടീഷനിൽ മാത്രമേ കൊടുക്കൂ. ഓഹോ. അങ്കിൾ, സെൽ തുറക്കൂ, ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് കേറാൻ സമയമായി. അല്ല കിച്ചു, നമുക്ക് ഇവരൊക്കെ പരിചയപ്പെടണ്ടേ? ഫസ്റ്റ് റൂമിന്ന് തുടങ്ങാം അല്ലേ? ഹലോ. എനിക്കാരും കാണണ്ട, ഇറങ്ങിപ്പോടാ പട്ടി. അയ്യേ, വയലന്റാ. അപ്പുറത്തെ റൂമിൽ പോവാ. വാ വാ വാ, ഇപ്പൊ ചൊള്ളക്കടി കിട്ടിയേനെ. ഹലോ. ഹലോ, കുഴപ്പമില്ല, വാ. എന്താ പേര്? പ്രസാദ്. നല്ല പേര്. ചേട്ടൻ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എന്തു പറ്റിയതാ? അറിയില്ല മോനെ, ഒരു സ്ഥലത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഇന്നെ ഇവിടെ കൊണ്ടിട്ടു. ഓ പുവർ മാൻ. ഷോ. കാർത്തി, മീനു, ഇങ്ങോട്ട് വാ. എടാ പാവടാ, ഇങ്ങോട്ട് വാ. അങ്കിളെ ഇപ്പൊ വരാട്ടോ. ആ എന്താടാ, ഞങ്ങൾ സംസാരിക്കല്ലേ? അതെ, സംസാരിക്കുന്നതൊക്കെ കൊള്ളാം. പിന്നെ ചെറുതായിട്ട് അവന്റെ അമ്മേന്റെ തലയൊന്ന് അടിച്ചു പൊട്ടിച്ചതാ. എടാ, എന്റെ ബോഡിന്റെ മുകളിൽ തലയുണ്ടല്ലോ അല്ലേ? ആടാ, അതവിടെ തന്നെ ഉണ്ട്. ഞങ്ങള് നേരത്തെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. ഓഹോ, മീനു, അടുത്ത റൂമിൽ പോയിട്ട് വരാം. നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇഷ്ടാണോ? പിന്നെ ഭയങ്കര ഇഷ്ടാ, എന്റെ ജീവനാത്. ഓ, എന്റെ ശിഷ്യനായിരുന്നു സച്ചു. സച്ചു? നിങ്ങൾക്ക് അറിയില്ല അല്ലേ, ഞാനേ അവനെ അങ്ങനെ വിളിക്കാറുള്ളൂ. സച്ചിൻ ടെണ്ടുൽക്കറെ, അവൻ എന്റെ ശിഷ്യനാ. ആണല്ലേ? അങ്ങനെ കേക്കണ്ട, തള്ളിന്റെ കാര്യത്തില് എല്ലാം കണക്കാ. നിങ്ങൾക്കറിയോ, ഞാൻ ഇന്ന് ഡിസ്ചാർജാ. ആണോ? ഡിസ്ചാർജ് ആണോ? അങ്ങനെ അല്ലെങ്കിലും ഉണ്ടെങ്കിലും സമ്മതിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് നല്ലത്. കറക്റ്റ്. ഓ, കൺഗ്രാറ്റ്സ്. എന്നിട്ട് വേണം എന്റെ പെണ്ണിനെ കെട്ടാൻ. എട കള്ള അവിടുന്ന്. ലവറൊക്കെ ഉണ്ടോ? എന്താ പേര്? സാറ. വാവ്, ആരത്? നിങ്ങൾക്കറിയില്ലേ സാറാ ടെണ്ടുൽക്കർ? അറിയാം. എന്റെ പെണ്ണാ. എന്റെ പൊന്നേ, നല്ലതാ. അപ്പുറത്ത് സച്ചിന്റെ ഒരു ഗുരു ഇരിപ്പുണ്ട്, ഇപ്പുറത്ത് മരുമോൻ ഇരിപ്പുണ്ട്. വാട്ടെ കുടുംബം. സോ കുറച്ച് ടീം ഫീമെയിൽ വാർഡിലേക്ക് പോയിട്ടുണ്ട്. ഒന്ന് അവിടെയും കൂടി കേറിയിട്ട് വരാം. അതെ, നിന്റെ കൂടെ വരുവോ? ഹേയ്, ഞാനില്ല. എന്താണ് നിനക്ക് വന്ന? റോസേ,
ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു. എന്താ വൈകിയേ? ട്രെയിൻ ലേറ്റ് ആയി. ആണോ? ചേട്ടാ, ചേട്ടനാ? ഏതീ അമ്മച്ചി? നീ എന്റെ സ്വർഗമല്ലേ. ആ സ്വർഗം അങ്ങോട്ട് മാറ്റി വെച്ചേക്ക്. മോനെ, ഓ, തൃച്ചംബരാ. തൃച്ചംബരനാ? നിന്നെ ഞാൻ തൊട്ടില് കിടത്തിയല്ലേ? ആരാടാ എന്നോട് ഇറങ്ങി ഓടാൻ പറഞ്ഞേ? പോവണ്ണം പിള്ളേ. റോസേ, ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം, നിന്നാ ശരിയാവില്ല. ഈച്ചെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതിനെങ്കിലും ആട്ടിയിരിക്കായിരുന്നു. സത്യം. APPLE. ആപ്പിൾ. യാ നോ ഇറ്റ്സ് റം. ഓ, റമ്മായിരുന്നു APPLE. അതെ. ഏട്ടൻ എന്താ പറ്റിയേ? ഞാനൊരു റോഡിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഓഹോ, എന്നിട്ട് ഇങ്ങനെ പോയി 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 ഇവിടെ എത്തി. ഐഷ്, നന്നായി. ആരടാ പട്ടി നീ? ഞാൻ ലോകേഷ്. ഗോ കേഷ്, ഗോ ലോകേഷ്, യു ഗോ മാൻ. ഓ, അങ്ങനെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോകുന്തോറും നമ്മുടെ പിള്ളേർക്ക് അവിടെ അങ്ങോട്ട് ഇഷ്ടാവാൻ തുടങ്ങി. നമ്മളെ കാർത്തിനെയും നീനുവിനെയും ചിരിപ്പിച്ച മേൽവാട്ടിലെ ആൾക്കാരുടെ കഥ അത്ര രസമില്ല അല്ലേ? അതെ, നോക്കിയ ഫോണിന് സാംസങ് ചാർജർ വെച്ച മുത്തശ്ശന്റെ കഥ 31-ാം വയസ്സ് തുടങ്ങിയതാ ഈ പ്രശ്നം. ഇന്ന് 62. ഒരിക്കൽ ഞങ്ങൾ അച്ചാച്ചനെ കണ്ടപ്പം അച്ചാച്ചന്റെ വലിയ ആഗ്രഹം എന്താ? എനിക്കൊരു നോർമൽ പേഴ്സൺ ആവണം. അതെ, സച്ചിന്റെ ഗുരുവാണെന്ന് പറഞ്ഞ ചേട്ടന് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. കുടുംബക്കാരുടെ മരണം ട്രോമയായി ആ മനുഷ്യന് മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല. സാറാ ടെണ്ടുൽക്കറെ കെട്ടണമെന്ന ആൾക്ക് അയാളെ കസിന് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഇട്ടേച്ച് പോയി വേറെ കെട്ടിയത് താങ്ങിയില്ല, മനസ്സ് കൈവിട്ടു പോയി. ഓരോ ദിവസം കഴിയും തോറും ഓരോരുത്തരുടെ നിഷ്കളങ്കതയിൽ നമ്മൾ ചേർന്ന് പോയി. ഇപ്പം വി വിൽ പ്രൗഡ്ലി സേ നോർമൽ പേഴ്സണേക്കാളും എത്രയോ നല്ലതാണ് അബ്നോർമൽ പേഴ്സൺ. അതെ, അങ്ങോട്ട് കയറി ചെല്ലുമ്പം ഭ്രാതന്മാരല്ലേ, അവർ വല്ലതും ചെയ്യുമെന്ന് വിചാരിച്ച ഞങ്ങൾക്ക് അവർ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ തന്നവരാണ്. ഗുഡ് ഫ്രണ്ട്സ്. ഇനി ഒരിക്കലും അവരെ കളിയാക്കാൻ ഞങ്ങളില്ല. ഏത് സാർ? അന്ന് സാറ് ചോദിച്ചില്ലേ ഞങ്ങളെ മിസ് ചെയ്യുമോന്ന്? ഇന്നായിരുന്നല്ലേ ഞങ്ങളെ ലാസ്റ്റ് ഡേ. ഞാൻ മിസ് ചെയ്യും സാർ, മാഡ്ലി ഐ മിസ് ദിസ് പ്ലേസ്. ഞാൻ പറഞ്ഞില്ലേ അവരെ നമ്മൾ മിസ് ചെയ്യുന്നു. അതെ ഏട്ടാ, എല്ലാവരായിട്ടും ഒന്ന് അടുത്തപ്പോഴേക്കും കഴിഞ്ഞു. സത്യം, അതങ്ങനെയാണ്. ഈ പ്ലേസ് ഇനി നമ്മൾ മറക്കില്ലല്ലോ. എല്ലാരോടും യാത്ര പറഞ്ഞിട്ട് വാ. ഹേ, ഹായ്. നോക്കിയ ഫോണിന് നോക്കിയുടെ ചാർജർ തന്നെയാ നല്ലത് അല്ലേ? അതെ. ഹായ്. ഗുരുവേ, ഞങ്ങളെ കുറിച്ച് സച്ചിനോട് പറയില്ലേ? പിന്നെന്താ, നിങ്ങൾ എന്റെ മക്കളല്ലേ? അതെ. ഇതാര്? മോനോ? അമ്മ, എനിക്ക് വാരി തരുമോ? വാ തുറക്ക്. അമ്മമാരെ, അച്ഛന്മാരെ, ഞങ്ങൾ പോട്ടെ. വേണ്ട, ഞങ്ങൾ നിങ്ങളെ മിസ് ചെയ്യൂ. അങ്ങനെ ഒത്തിരി ഓർത്ത് ചിരിക്കാനും ചിന്തിപ്പിക്കാനും തന്ന ഈ ലൈഫിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങും സൈക്കാട്രി പോസ്റ്റിങ്ങും ഇവിടെ തീരുന്നു. താങ്ക് യു.